ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ദളപതി വിജയുടെ ലിയോയ്ക്ക് ശേഷം തിയേറ്ററിലേക്ക് എത്തുന്ന മാസ് ആക്ഷൻ സിനിമയാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ചിത്രം തിയേറ്ററിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും സാധാരണ വിജയ് സിനിമകൾക്കുണ്ടാവാറുള്ള, അതായത് റിലീസിന് മുമ്പുള്ള ഹൈപ്പൊന്നും ഗോട്ടിന് ഇതുവരെ ഉണ്ടായിരുന്നില്ല. പുറത്തു വന്ന ട്രെയിലറും സോങ്സും പോസ്റ്റേഴ്സും എന്നിവയെല്ലാം തന്നെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോയ ഒരു വിജയ് സിനിമ എനിക്ക് തോന്നുന്നു ഈ അടുത്ത് വേറെ ഇറങ്ങിയിട്ടില്ലെന്ന്. അറ്റ്ലീസ്റ്റ് സോങ്സ് എങ്കിലും ട്രെൻഡ് ആവാറുണ്ട്. എന്തായാലും നമ്മുടെ പ്രതീക്ഷകൾക്കെല്ലാം വിപരീതമായിട്ട് ഒരു പക്കാ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ സിനിമയ്ക്ക് തരാൻ സാധിക്കട്ടെ. വൻ ഹൈപ്പിൽ വന്ന പല സിനിമകളും നമ്മെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗോട്ടിന് പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ അത് ബോക്സ് ഓഫീസിൽ കൊലത്തൂക്ക് തൂക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദളപതി ഫാക്ടർ ഒന്നുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേയും വീക്കെൻഡും ബോക്സ് ഓഫീസിൽ ഇപ്പോൾ തന്നെ നല്ല ബുക്കിംഗ് സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ രാവിലെ 4 മണിക്കാണ് ഫാൻ ഷോ ആരംഭിക്കുക. അതേസമയം തമിഴ്നാട്ടിൽ രാവിലെ 9 മണിക്കാണ് ഫസ്റ്റ് ഷോ. കേരളത്തിൽ 700ഓളം സ്ക്രീനുകളിൽ 4000+ ഷോകളോടുകൂടിയാണ് ചിത്രം ഫസ്റ്റ് ഡേ എത്തുന്നത്. 400 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയ്ക്ക് ഹൈപ്പൊന്നും അങ്ങോട്ട് ഉണ്ടാക്കാൻ പ്രമോഷൻ പരിപാടികളിലൂടെ സാധിച്ചിട്ടില്ലെങ്കിലും വിജയുടെ സ്റ്റാർഡം എന്ന ഒറ്റ കാര്യം കൊണ്ട് ബുക്കിംഗ് ഒക്കെ വേറെ ലെവലായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും വേൾഡ് വൈഡും എല്ലാം നല്ലൊരു ബുക്കിംഗ് തന്നെയാണ് ഫസ്റ്റ് ഡേയും ഓപ്പണിംഗ് വീക്കെൻഡും നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇതിനോടകം ഫസ്റ്റ് ഡേ വേൾഡ് വൈഡായി 50 കോടി രൂപയുടെ പ്രീസെയിൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. വീക്കെൻഡ് പ്രീസെയിൽ കളക്ഷൻ 80 കോടി രൂപയ്ക്കടുത്ത് എത്തിയെന്നാണ് അറിയാൻ സാധിച്ചത്. തമിഴ്നാട്ടിൽ ഇതിനോടകം ഫസ്റ്റ് ഡേ 15 കോടിയുടെ പ്രീസെയിൽ നടന്നിട്ടുണ്ട്. 2024 ഇതുവരെ റിലീസായ സിനിമകളിൽ ഗോട്ടിനാണ് ഹയസ്റ്റ് കളക്ഷൻ ഇതുവരെ തമിഴ്നാട്ടിൽ പ്രീസെയിലൂടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ കേരളത്തിൽ ഓപ്പണിംഗ് വീക്കെൻഡിൽ 4 കോടി രൂപയ്ക്ക് മുകളിലും ഫസ്റ്റ് ഡേ 3 കോടിക്കടുത്തും പ്രീസെയിൽ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ആദ്യ ദിനം ചിത്രം ലിയോയെ മറികടക്കില്ലെങ്കിലും KGF 2, ഒടിയൻ എന്നീ സിനിമകളെ തകർക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. പോസിറ്റീവ് റിപ്പോർട്ടാണെങ്കിൽ 9 കോടിയോ 10 കോടി റേഞ്ചിൽ തന്നെ FD വരാൻ ചാൻസ് ഉണ്ട്. സിനിമയുടെ കുറച്ചു മുമ്പ് പുറത്തു വന്ന റിലീസ് പ്രോമോ അത്യാവശ്യം കിടുവായിട്ടുണ്ടായിരുന്നു. ആക്ഷൻ വൈസ് ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ സിനിമയ്ക്ക് സമ്മാനിക്കാൻ സാധിക്കട്ടെ. എന്തായാലും ലിയോയ്ക്ക് ശേഷം വരുന്ന ദളപതിയുടെ ഗോട്ട് എന്ന ചിത്രം നല്ലൊരു വിജയം തന്നെ ആവട്ടെ. സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ പോകുന്നവർ ആരൊക്കെ ഉണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ സിനിമയുടെ കളക്ഷനൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും കൂടി പരിഗണിക്കുക.